മേഖല ഉപ്പുകുത്തുന്ന അവസ്ഥയിൽ തോന്നിയതുപോലെ ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുവാൻ അവസരം നൽകുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ജനുവരി 15 മുതൽ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് അന്യായമായ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കുക, കാലോചിതമായ നിരക്ക് വർധനവ് DSR 2024 അനുവദിക്കുക, ഗവൺമെൻറ് കരാറുകാരോട് സർക്കാർ നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണാ സമരം കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന രക്ഷാധികാരി VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ക്വാറി ക്രഷർ ഉൽപ്പന്ന വില വർധനവ് അനീതിയാണെന്നും ഈ സമയത്ത് വില വർദ്ധിപ്പിച്ചത് ചെറുകിട കരാറുകാർ ഏറ്റെടുത്തിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തിയെയും ലൈഫ് പദ്ധതിയിലെ വീട് നിർമ്മാണത്തെയും ഉൾപ്പെടെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറുമായുള്ള ചർച്ചയിലെ അഭിപ്രായങ്ങൾ പോലും മാനിക്കാതെയാണ് ഉടമകൾ ഏകപക്ഷീയമായി വില വർദ്ധിപ്പിക്കുന്നത്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 1 ക്യൂബിക് അടി 8 രൂപ വീതമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു ലോറിയിൽ 100 ക്യൂബിക് അടി മെറ്റൽ കൊള്ളുമെന്ന് കണക്കാക്കുമ്പോൾ ഒരു ലോഡിന് 800 രൂപയുടെ വർധനവ് വരും. ചെറുകിട കരാറുകാർക്ക് ഇത് താങ്ങാനാകാത്ത തിരിച്ചടിയാകും. KGCF ജില്ലാ പ്രസിഡന്റ് VP അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി ട്രഷറർ P മോഹൻദാസ്, സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി അംഗം KM സഹദേവൻ, ജില്ലാ ട്രഷറർ P പ്രശാന്ത് കുമാർ, ജില്ലാ രക്ഷാധികാരി T കുഞ്ഞാലി തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.